മദീനയിൽ ഒരിക്കൽ കടുത്ത ക്ഷാമം. വിപണികൾ ശൂന്യം, വിലകൾ ഉയർന്നു, ജനങ്ങൾ വലിയ വിഷമത്തിലായി. അന്നേരം ഷാമിൽ നിന്ന് ഒരു വലിയ വ്യാപാര സംഘം മദീനയിലെത്തി. ഒട്ടകങ്ങൾ നിറഞ്ഞ ചരക്കുകൾ, ഭക്ഷണസാധനങ്ങൾ. അതാരുടേതായിരുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റേത്. വ്യാപാരികളെത്തി. ഇത് ഞങ്ങൾക്ക് വിറ്റുതരൂ, ഞങ്ങൾ കൂടുതൽ വില തരാം. ഒരാൾ പറഞ്ഞു 10% അധികം. മറ്റൊരാൾ പറഞ്ഞു 20% അധികം. ഉസ്മാൻ ശാന്തമായി ചോദിച്ചു, ഇതിലേറെ ലാഭം നൽകുന്നവൻ ആരെങ്കിലും ഉണ്ടോ? അവർ ആശ്ചര്യപ്പെട്ടു. ഇതിലേറെ ആരാണ് നൽകുക? അദ്ദേഹം പുഞ്ചിരിച്ചു. അല്ലാഹ് ഒരു നന്മയ്ക്ക് 10 ഇരട്ടി നൽകുന്നു. എനിക്ക് അവനോടാണ് ഇടപാട്. പിന്നീട് അദ്ദേഹം മുഴുവൻ ചരക്കുകളും മദീനയിലെ ദരിദ്രർക്കായി സൗജന്യമായി വിതരണം ചെയ്തു. ഒരു വ്യാപാരാവസരം, ഒരു വലിയ ലാഭം അദ്ദേഹം വിട്ടു. കാരണം അദ്ദേഹം ലോകലാഭമല്ല, ആഖിറത്ത് ലാഭം തേടുകയായിരുന്നു. അദ്ദേഹം സമ്പന്നനായിരുന്നു, പക്ഷേ സമ്പത്ത് അദ്ദേഹത്തെ പിടിച്ചിരുന്നില്ല. അദ്ദേഹം സമ്പത്തിനെ നിയന്ത്രിച്ചു, അല്ലാഹുവിനായി ഉപയോഗിച്ചു. ഇന്ന് നമ്മൾക്ക് ലാഭാവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? കുറച്ചധികം രൂപയോ അല്ലെങ്കിൽ ശാശ്വത പ്രതിഫലമോ? ഈ റമദാനിൽ നമ്മുടെ ഇടപാടുകൾ അല്ലാഹുവിനോടുള്ള ഇടപാടുകളാകട്ടെ. കരുണ പടരട്ടെ, പടച്ചോൻ സ്വീകരിക്കട്ടെ. നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്വർഗ വഴിയാകട്ടെ. ആമീൻ.